ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 100 ഡേയ്സ് ചലഞ്ചിലെ 38ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലെ 2 ടോപ്പിക്കാണ്: ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഡേ 37 നമ്മൾ രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ് പഠിച്ചത്. എല്ലാവരും നന്നായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ 100 ഡേയ്സ് ചലഞ്ചാണ് വെച്ചിട്ടുള്ളത്. 100 ഡേയ്സ് കൊണ്ട് LP UP സിലബസ് മുഴുവനായിട്ടും കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങളിതിലെല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം, നല്ല മാർക്ക് മേടിക്കണം, റാങ്ക് നേടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ആവശ്യമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ 100 ഡേയ്സിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. അതുപോലെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനും ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവി ഉപരാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 63, ആർട്ടിക്കിൾ 63. അപ്പോൾ ആർട്ടിക്കിൾ 63 ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ്. ഓക്കെ, ഇനി നമ്മൾ യോഗ്യതകളാണ് നോക്കുന്നത്. ഒരു യോഗ്യത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ ഇന്ത്യൻ പൗരനായിരിക്കണം. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഉപരാഷ്ട്രപതി ആകുന്നതിന് ആവശ്യമാണ്. അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കാൻ പാടില്ല. അങ്ങനെ വഹിക്കുന്നൊരു വ്യക്തി ആയിരിക്കരുത് ഉപരാഷ്ട്രപതി. അതുപോലെ ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് മാത്രമല്ല, ഈ ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, രാഷ്ട്രപതിക്കാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാജ്യസഭ സമ്മേളനത്തിലെ അധ്യക്ഷനായിരിക്കും. അതുപോലെ രാഷ്ട്രപതി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകളെല്ലാം ഉപരാഷ്ട്രപതിയാണ് നിർവഹിക്കുക. ഇനി ഫസ്റ്റ് ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി KR നാരായണനാണ്, KR നാരായണൻ. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ്, ഡോക്ടർ ഹമീദ് അൻസാരി. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിട്ടിരുന്നത് VV ഗിരിയാണ്, VV ഗിരി. അടുത്തത് ഒരു പ്രീവിയസ് ചോദ്യമാണ് പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഈ പടത്തിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ അടിയിലായിട്ട് തിരുത്തണി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് മുന്നത്തെ UP അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അതായിരുന്നു ചോദ്യം. ആൻസർ തിരുത്തണിയാണ് കേട്ടോ, തിരുത്തണി. അടുത്തത് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ അച്ചാണി എന്ന് പ്രധാനമന്ത്രിയെ ഒരാൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാരാണെന്ന് അറിയാമോ? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അതായത് മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും പാർലമെൻറ്റിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയെ ഗവൺമെൻറ്റിൻ്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചു, ലിഞ്ച് പിൻ ഓഫ് ഗവൺമെൻറ്. ഇനി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകുകയാണെങ്കിൽ അത് രാഷ്ട്രപതിക്കാണ് നൽകുക. ഇനി ആർട്ടിക്കിൾ 75 ഓർത്ത് വയ്ക്കണം. ആർട്ടിക്കിൾ 75 പ്രകാരമാണ് പ്രധാനമന്ത്രി നിയമിക്കപ്പെടുന്നത്. ഇനി നമ്മൾ കുറച്ച് പ്രധാനമന്ത്രിമാരെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അവരുടെ ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയണില്ല. അത് നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫയൽസ് ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം ജവഹർലാൽ നെഹ്റു. പ്രത്യേകത എന്താ? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതുപോലെ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അതുപോലെ പഞ്ചായത്തി രാജ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതും ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്.
അപ്പം ഇങ്ങനെ കുറേ വിശേഷണങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം, നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ് ആചരിക്കാറുള്ളത്. എന്നാൽ ഒക്ടോബർ 2 ജന്മദിനമായ മറ്റൊരു നേതാവ് കൂടിയുണ്ട്, അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതുപോലെ വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു മുദ്രാവാക്യമുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. വിജയ്ഘട്ട്. ഈ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നമ്മൾ ഏറ്റവും അവസാനം എല്ലാവരും കൂടെ ഒന്നിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്, പക്ഷെ മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. അപ്പോൾ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇനി അടുത്തത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിതയാണ്. അതുപോലെ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധിയെ രവീന്ദ്രനാഥ ടാഗോർ വിളിച്ചിരുന്നു. ഓക്കെ. അതുപോലെ ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ സഹായിക്കാൻ ഇന്ദിരാഗാന്ധി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് വാനരസേന എന്നാണ്. വാനരസേന. അതുപോലെ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 20 ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അതുപോലെ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് അവർ മരിച്ചത്. അതുപോലെ ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ പേര് താക്കർ കമ്മീഷൻ എന്നാണ്. താക്കർ കമ്മീഷൻ. ഇനി നമുക്ക് അടുത്തത് മൊറാർജി ദേശായിയാണ്. ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. അതുപോലെ രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇദ്ദേഹമായിരുന്നു. ഓക്കെ. റോളിംഗ് പ്ലാൻ നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായി. ഓക്കെ. അതുപോലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ഇനി അടുത്തത് ചരൺ സിംഗ് ആണ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. അതുപോലെ പാർലമെൻറ്റിനെ അഭിമുഖീകരിച്ചിട്ടേ ഇല്ലാത്ത ഏക പ്രധാനമന്ത്രി ഈ ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മൾ കേട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ലക്നൌവിലാണ് ആ വിമാനത്താവളം ഉള്ളത്. ഇനി അടുത്തത് രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. അതുപോലെ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയുടെ സമയത്താണ്. കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ. അതുപോലെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റി. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്തുള്ള പ്രശസ്തമായ സംഭവങ്ങളാണ്. ഓക്കെ. അതുപോലെ ജവഹർ റോസ്ഗാർ യോജന ഇത് ആരംഭിച്ചത് രാജീവ് ഗാന്ധിയാണ്. അതുപോലെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത്, സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അത് പ്രഖ്യാപിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വന്ന് പിന്നീട് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ. ഇനി അടുത്തത് വി പി സിംഗ് ആണ്. വി പി സിംഗ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് ആണ്. അദ്ദേഹം പിന്നോക്ക സമുദായ സംവരണം നടപ്പാക്കുന്നതിന് കാരണമായ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഉപരാഷ്ട്രപതി വി പി സിംഗ് ആയിരുന്നു. ഇനി അടുത്തത് ചന്ദ്രശേഖർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവ തുർക്കി എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖറാണ്. ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ കഴിയാതെ ഇരുന്ന ഏക പ്രധാനമന്ത്രി ഇദ്ദേഹമായിരുന്നു, ചന്ദ്രശേഖറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രശസ്തമാണ്. മേരി ജയിൽ ഡയറി. ഇനി അടുത്തത് പി വി നരസിംഹറാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പി വി നരസിംഹറാവു. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് ഇദ്ദേഹമായിരുന്നു. നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ബുദ്ധ പൂർണിമ പാർക്കാണ്. ഓക്കെ. അന്ത്യവിശ്രമ സ്ഥലങ്ങളെല്ലാം ഒന്നിച്ച് ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് എ ബി വാജ്പേയി. ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭയായിരുന്നു. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് എ ബി വാജ്പേയി ആയിരുന്നു.
അതുപോലെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും വാജ്പേയിയാണ്. ഓക്കെ, ഇനി വാജ്പേയിയുടെ ജന്മദിനത്തെ ഡിസംബർ 25 ജന്മദിനം. അത് നമ്മൾ സദ്ഭരണമായിട്ടാണ് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി HD ദേവഗൗഡ. മണ്ണിൻ്റെ മകൻ എന്നറിയപ്പെട്ട പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ്. ജനതാദളിൻ്റെ സ്ഥാപകനായ പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. ഇനി അടുത്തത് ഗുജറാൾ. IK ഗുജറാൾ. അദ്ദേഹം പഞ്ചാബുകാരനായ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് IK ഗുജറാൾ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് IK ഗുജറാളാണ്. അടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. UGC ചെയർമാനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന ബഹുമതി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ്. അതുപോലെ പ്രധാനമന്ത്രിയായ ആദ്യ സിഖ് മതക്കാരൻ ഇദ്ദേഹമായിരുന്നു. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുപോലെ അടുത്തത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആദ്യത്തേത് മൻമോഹൻ സിംഗ് ആയിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൽ കറണ്ട് അഫെയർസായിട്ട് നിങ്ങൾ ഏത് മണ്ഡലത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ആവാൻ പോകുന്ന ആൾ മത്സരിച്ചത് അത് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ എക്സാം വരിക. അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ പേരുകളാണ്. ആദ്യത്തേത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്. മൊറാർജി ദേശായി അഭയ്ഘട്ട്. ചരൺ സിംഗ് കിസാൻഘട്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളൊരു സാമ്യം മനസ്സിലാക്കി ഓർത്തിരിക്കാൻ ശ്രമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ പാടില്ല. അടുത്തത് ഗുൽസാരിലാൽ നന്ദ നാരായൺഘട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺഘട്ട്. അതുപോലെ നെഹ്റു ശാന്തിവനം. വേറെ ഒരാളും കൂടി ഉണ്ട് ശാന്തിവനം. സഞ്ജയ് ഗാന്ധി ശാന്തിവനാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ. ജഗ്ജീവൻ റാം സമതാ സ്ഥൽ. സെയിൽ സിംഗ് ഏകതാസൽ. അതുപോലെ രാജീവ് ഗാന്ധി വീർഭൂമി. ഡോക്ടർ അംബേദ്കർ ചൈത്യഭൂമി. KR നാരായണൻ കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി, രണ്ടു പേരിലും അറിയപ്പെടുന്നുണ്ട്. നരസിംഹറാവു ബുദ്ധ പൂർണിമ പാർക്ക്. AB വാജ്പേയി രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. അപ്പോൾ ഈ വീഡിയോ ഇത് വെച്ച് നിർത്തുകയാണ്. നമുക്കിനി ഇതിൽ 2 ടോപ്പിക്കും കൂടി ബാക്കിയുണ്ട്, സുപ്രീം കോടതി ഹൈക്കോടതി. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു 100 ദിവസം നമ്മൾ എങ്ങനെ പഠിക്കും എന്നതിനെക്കുറിച്ച്, എന്ത് ടോപ്പിക് പഠിക്കുമെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് 100 days സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ LPUP അതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, 100 days ചലഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് എടുത്താൽ എന്തായാലും ഞാനത് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും കാണാം, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരെ താങ്ക് യു.